എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊന്നല്ല, നമ്മുടെ രണ്ടാമത്തെ ഗോഡ് വാലിനെ കുറിച്ചാണ്. നമ്മുടെ വൺ പീസിൽ ഒരു സെക്കൻഡ് ഗോഡ് വാലി നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ആരൊക്കെയായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. എന്നാലും മാത്രമേ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ആനിമേ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരിലേക്ക് നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം അവർ കൂടെ വീഡിയോ ഒന്ന് കണ്ടോട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങളിപ്പം കമൻറ്റ് സെക്ഷൻ്റെ അവിടെ പോയിട്ട് ഒന്ന് സ്ലൈഡ് ചെയ്താണെങ്കിൽ നമുക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഹൈപ്പ് ചെയ്യാൻ കൂടി ഒന്ന് ശ്രമിക്കുക. ഹൈപ്പ് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിയേക്കാം, അതിലൂടെ അവർക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഹൈപ്പ് കൂടി ഒന്ന് ചെയ്യുക. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ വീഡിയോയിൽ ആകെ പറയാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ഗോഡ് വാലി നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഓരോ ക്യാരക്ടേഴ്സിനെയും അതുപോലെ തന്നെ അവരുടെ ക്രൂവിനെയും കുറിച്ചാണ്. അല്ലാതെ ആരും ആരായിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യുക ഇതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഒന്ന് നമ്മുടെ സ്ട്രോ ഹാറ്റ് പാരറ്റ്സ് തന്നെ. നമുക്കറിയാം നമ്മുടെ സ്ട്രോ ഹാറ്റ് പാരറ്റ്സ് ആണ് നമ്മുടെ വൺ പീസിലെ മെയിൻ ക്യാരക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ അവരെന്തായാലും നമ്മുടെ ഗോഡ് വാലിയിൽ ഉണ്ടാകും. ഇനി ഗോഡ് വാലി നടക്കാൻ പോകുന്നത് മെയിനായിട്ടും നമ്മുടെ ബ്ലാക്ക് ബിയർഡ് പാരറ്റ്സും ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ബ്ലാക്ക് ബിയർഡ് പാരറ്റ്സും നമ്മുടെ ഗോഡ് വാലിയിൽ ഉണ്ടാകും. ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് ഗോഡ് വാലി ആയിരിക്കും എന്ന് ചോദിച്ചാൽ ഗോഡ് വാലിയൊന്നും ആയിരിക്കില്ല, ഏകദേശം അതുപോലെ തന്നെയുള്ള ഒരു ഇവൻ്റ് ആയിരിക്കും. എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരും ഈ ഒരു ഇവൻ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഇവൻ്റ് നടക്കാൻ തന്നെ ഒരു പക്ഷേ കാരണം നമ്മുടെ ഗാർപ്പ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഗാർപ്പ് ബ്ലാക്ക് ബിയർഡിൻ്റെ കൂടെയാണ് ഉള്ളത്. ബ്ലാക്ക് ബിയർഡ് നമ്മുടെ ഗാർപ്പിനെ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർപ്പായിരിക്കും ഒരു പക്ഷേ ഈ ഒരു വാറിന് കാരണമാകാൻ പോകുന്നത് നമുക്ക് വേണേൽ പറയാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഗാർപ്പിനെയും ഈ വാർ കാണാൻ കഴിയും. എന്തായാലും ഒരു വാർ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ ഗാർപ്പിനെ എന്തായാലും ആരെങ്കിലും ഫ്രീ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് ഗാർപ്പും ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇത് പങ്കെടുക്കാൻ ചാൻസ് ഉള്ള മെയിനായിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ഹോളി നൈറ്റ്സ് ആണ്. നമ്മുടെ ഗോഡ് വാലി കണ്ടിരുന്നത് നമ്മുടെ ഗാർലിംഗ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പക്ഷേ നമ്മുടെ ഷംറോക്കും മറ്റുള്ള ഹോളി നൈറ്റ്സും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവരും നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഗോൾ ആ ഫൈറ്റിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ ബ്ലാക്ക് ബിയർഡിനെ ലൂഫിനെ എലിമിനേറ്റ് ചെയ്യുക, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗോൾ അവർക്കും ഉണ്ടായേക്കാം. പിന്നെ ഈ ഫൈറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ബിഗ് മാം പൈരറ്റ്സ് ആണ്. കാറ്റഗറി ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാറ്റഗറിക്കും അതുപോലെ തന്നെ ബിഗ് മാം പൈരറ്റ്സിനും നമ്മുടെ പുട്ടിങ്ങിനെ നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കാറ്റഗറിയും അതുപോലെ തന്നെ ബിഗ് മാം പൈരറ്റ്സും ഇവിടത്തേക്ക് വന്നേക്കാം. പിന്നെ ഇവിടെ വരാൻ ചാൻസ് ഉള്ള മെയിനായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ ഷാങ്സ് ആണ്. നമുക്കറിയാം ഷെംറോക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഷാങ്സ് ഈ ഫൈറ്റ് പങ്കെടുക്കാൻ ഇവിടെ വന്നേക്കാം. പിന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡിനെയും നമ്മുടെ ഷാങ്സ് ഇപ്പം ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഷാങ്സ് എന്തായാലും ഈ വാർ പങ്കെടുക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ റെവല്യൂഷണറി ആർമി, ക്രോസ് ഗിൽഡ്. ഇവർ രണ്ടുപേരും ഇത് പങ്കെടുക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. റെവല്യൂഷണറി ആർമിയുടെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ നമ്മുടെ സാബോ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡ്രാഗൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഡ്രാഗനും വന്നേക്കാം നമ്മുടെ ഗാർപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡ്രാഗൻ്റെ ഒരു പേഴ്സണാലിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സാബോ വരാനാണ് ചാൻസ് കൂടുതൽ. ഡ്രാഗൻ ചിലപ്പം വരില്ല, നമ്മുടെ ലൂഫിയൊക്കെ അവിടെ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ഗോഡ് വാലി നടക്കുകയാണെങ്കിൽ അവിടെ പ്രസൻറ്റ് ആവുക. അപ്പോൾ ഇങ്ങനെ ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ നമ്മുടെ ഫൈനൽ വാറിന് മുമ്പേ നടക്കാൻ പോകുന്ന വൺ പീസിൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു വാർ ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.